വെറുതെ കാശ് പോകുന്ന സ്ഥലം, ഉഡായിപ്പ്, ഊഹക്കച്ചവടം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. ഈവൻ എൻ്റെ ലൈഫിലും അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മാവൻ എന്നെ ഇങ്ങോട്ട് വന്ന്, അല്ലെങ്കിൽ ഒരു അങ്കിൾ എന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയുണ്ടായി. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചത്, മോനെ എന്താണ് നിന്റെ പണിയെന്നാണ്, എന്താണ് നീ വർക്ക് ചെയ്യുകയാണോ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാൻ പുള്ളിക്ക് നല്ല ആകാംക്ഷയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങി, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻവെസ്റ്റിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവൻ വളരെ പുച്ഛത്തോടുകൂടി എൻ്റെ അടുത്ത് ചോദിച്ചു, മോനേട്ടാ നിനക്ക് വല്ല സ്ഥിര പണിക്കും പോയിക്കൂടെ, അല്ലെങ്കിൽ സ്ഥിര ജോലിക്കും പോയിക്കൂടെ, ഇത് വെറും ഊഹക്കച്ചവടമല്ലേ, എന്തിനാണ് ലൈഫ് പാഴാക്കുന്നത്? ഇത് കേട്ടപ്പോൾ എനിക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം അമ്മാവന് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വ്യക്തമായിട്ടുള്ള ലിറ്ററസി ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സോ എന്നിലെ പൗരബോധം ഉണർന്നു. ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മാവന് എങ്ങനെയാണെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സോ അടുത്ത 1 മണിക്കൂറത്തുള്ള വർക്കൗട്ട് സെഷൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അമ്മാവന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ബട്ട് അവസാനം അമ്മാവൻ്റെ അവസ്ഥ പഴയ അവസ്ഥ തന്നെയായിരുന്നു. അവസാനം ഇതേ ചോദ്യം തന്നെ അമ്മാവൻ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 1, അമ്മാവനൊന്നും മനസ്സിലായിട്ടില്ല. 2, ഒരു നിറഞ്ഞ കുപ്പിയിലേക്ക് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ആ നിറഞ്ഞ കുപ്പി നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ആ വെള്ളമെല്ലാം, നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം തുളുമ്പി പോകത്തേ ഉള്ളൂ, ഒരിക്കലും അകത്തേക്ക് അത് കയറില്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെയും അവസ്ഥ. പല മുൻവിധികളും തെറ്റിദ്ധാരണകളും ഒക്കെ കൊണ്ട് നിറഞ്ഞു തുളുമ്പിയിരിക്കുന്ന അമ്മാവൻ്റെ മനസ്സാകുന്ന കുപ്പിയിലേക്ക് ഞാൻ എന്തൊക്കെ ഒഴിച്ചാലും വെറുതെ തുളുമ്പി പോകുന്നതല്ലാതെ ഒന്നും അകത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തും പറയാനുള്ളത്. അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പുതിയതായിട്ടുള്ള ഒരു നോളജ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കുപ്പി, അതായത് നിങ്ങളുടെ തലച്ചോറിലുള്ള മുൻധാരണകളും തെറ്റിദ്ധാരണകളും ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഒഴിച്ചു കളയുക. എന്നിട്ടൊരു ഒഴിഞ്ഞ കുപ്പിയായിട്ട് ഇവിടെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പുതിയ കാര്യങ്ങൾ അങ്ങോട്ട് ഒഴിച്ചു തരാം. ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഉൾക്കൊണ്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. നമുക്ക് വേണ്ടത് പ്രോപ്പർ സ്റ്റോക്ക് മാർക്കറ്റ് ലിറ്ററസിയാണ്. അപ്പോൾ ട്രേഡ് ടോക്സിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ലിറ്ററസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒറിജിൻ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒറിജിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ കഥ നടക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മുടെ കഥയിലെ നായകൻ. ദ ലാർജസ്റ്റ് കമ്പനി എവർ എക്സിസ്റ്റഡ് ഇൻ ദ ഹിസ്റ്ററി. സ്വർണം, സ്പൈസസ്, സിൽക്ക് തുടങ്ങിയവയെല്ലാം ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ വ്യാപാരം നടത്താൻ വേണ്ടി ഏകദേശം 100ഓളം കപ്പലുകളെ നമ്മുടെ കമ്പനി നിയമിച്ചു. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, ഇത്രയും വലിയ ഓപ്പറേഷൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ കമ്പനി കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കമ്പനിക്ക് മുമ്പോട്ട് പോയേ തീരൂ. സോ അതിനുവേണ്ടി കമ്പനി കണ്ടെത്തിയ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആൾക്കാരിൽ നിന്നും, കാശുള്ള പ്രൈവറ്റ് സിറ്റിസൺസിൽ നിന്നും കമ്പനി ഫണ്ട് കളക്ട് ചെയ്യുന്നു. ഫണ്ട് കളക്ട് ചെയ്തിട്ട് പകരം അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഒരു ഡീലാണ്. അതായത് കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് കമ്പനി തിരിച്ചു കൊടുത്തുകൊള്ളാം എന്നുള്ളൊരു ഡീലിന്റെ ബേസിസിൽ കമ്പനി ആൾക്കാരുമായി ടൈപ്പ് വെക്കുന്നു. അങ്ങനെ പല ആൾക്കാരും ആ ഒരു ഡീലിൽ അട്രാക്റ്റഡ് ആയിട്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ട്രിപ്പുകളെല്ലാം നടത്തുന്നു. കമ്പനി വലിയൊരു ലാഭത്തിലേക്ക് പോകുന്നു. ആ ലാഭത്തിന്റെ വീതം കമ്പനിക്കും കൃത്യമായിട്ട് കൊടുക്കേണ്ട ആൾക്കാർക്കും കൊടുക്കുന്നു. എല്ലാവരും ഹാപ്പി. അങ്ങനെ കമ്പനി മുമ്പോട്ട് പോകുന്നു. വലിയ വലിയ ട്രിപ്പുകളൊക്കെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അഗെയിൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഷെയറുകൾ വിറ്റുകൊണ്ട് കമ്പനി ആൾക്കാരുടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു. പോർട്ടുകളിലും പബ്ലിക് പ്ലേസസിലും കോഫി ഷോപ്പുകളിലും ലൈബ്രറികളിലും ഉൾപ്പെടെ എല്ലായിടങ്ങളിലും കമ്പനിയുടെ ഷെയർ വിൽക്കുന്ന ആ ഒരു സിസ്റ്റം വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. കമ്പനി വീണ്ടും വീണ്ടും വളരുന്നു. അങ്ങനെ അവർ പോലും അറിയാതെ ലോകത്താദ്യമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇനിഷ്യൽ മോഡലിന് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടക്കം കുറിക്കുന്നു. പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ്. എന്തായാലും നമുക്ക് കറണ്ട് സിനേറിയയിലേക്ക് വരാം. കറണ്ട് സിനേറിയയിലേക്ക് വരുമ്പോഴും 2 ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു ഹോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്റ്റോറിയിൽ മേജർ ആയിട്ടുള്ളത്. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹീറോയുടെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്ന സപ്പോർട്ടിംഗ് ആക്ടർ അല്ലെങ്കിൽ സഹനടനായിട്ട് നമുക്ക് കാണാം നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് 2 പേരുടെയും പെർസ്പെക്റ്റീവിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിനെ ഒന്ന് നോക്കി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹീറോ ആയിട്ടുള്ള കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊന്ന് മനസ്സിലാക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്റ്റോറിയിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കമ്പനി ഷെയർ വിൽക്കുന്നു ടു ദ പബ്ലിക്. എന്താണ് ഒരു ഷെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംപ്ലി യൂണിറ്റ് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി ഈസ് കോൾഡ് എ ഷെയർ. ഒരു കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു യൂണിറ്റ് ഫോമിനെയാണ് നമ്മൾ ഒരു ഷെയർ എന്ന് പറയുന്നത്. എന്നെയും നിങ്ങളെയൊക്കെ പോലത്തെ സാധാരണക്കാരുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ഐഡിയ, ആ ഐഡിയ തന്നെയാണ് സുക്കർബർഗിനെയും അതുപോലെ തന്നെ ബിൽഗേറ്റ്സിനെയൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലോട്ട് എത്തിക്കുന്നത്. ഐഡിയ എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും അത് വളർത്തിയെടുത്തൊരു ബിസിനസ് ആക്കണം എന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും അതിന് ക്യാഷ് തന്നെ വേണം. അപ്പോൾ എങ്ങനെ ക്യാഷ് റേസ് ചെയ്യാം എന്നുള്ളതാണ് ബിസിനസ് ഐഡിയയുമായിട്ട് നിൽക്കുന്ന സ്റ്റാർട്ടപ്പിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഓൺടർപ്രനൂറിയൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാം. നമുക്കൊരു സാധാരണഗതിയിൽ ഒരു സ്റ്റാർട്ടപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു ചെറിയ ന്യൂബോൺ ബേബിയിൽ നിന്നും ഒരു വലിയ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ഫണ്ട് റേസിംഗ് സ്റ്റേജസിനെ പറ്റിയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ഫണ്ടിങ് ആണ്. നമ്മുടെ ഐഡിയ ആണ്, ശരിയല്ലേ? നമ്മുടെ സ്വന്തം ഐഡിയ വളർത്താനുള്ള ഏറ്റവും ഫസ്റ്റ് ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. സോ കയ്യിലുള്ള എല്ലാ സേവിങ്സും കയ്യിലുള്ള എല്ലാ അസറ്റുകളും മാക്സിമം വിറ്റ് പിറക്കി ഫണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വെറും ഒരു മനസ്സിലുള്ള ഒരു സ്ക്രാച്ച് മാത്രമായിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയെ 4 ചുവരുള്ള ഒരു ഓഫീസിനകത്തെങ്കിലും കൊണ്ടെത്തിച്ചിരുത്തുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ഉത്തരവാദിത്തമാണ്. സോ അതിനുവേണ്ടി ഫണ്ട് റേസ് ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. സോ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സെൽഫ് ഫണ്ടിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സീഡ് ക്യാപിറ്റൽ ആണ്. സീഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ ബേബി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റാർട്ടപ്പിനെ, ഒരു ചെറിയ സെറ്റപ്പിലോട്ട് മാത്രം വളർന്നു നിൽക്കുന്ന ആ ഒരു സ്റ്റാർട്ടപ്പിനെ അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അതിന് പമ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ആ ഒരു സ്റ്റേജിന്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മളിൽ വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്നും നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഫണ്ട് കളക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ തന്നെ ഫണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് പകരമായിട്ട് നമുക്കൊന്നും വേണ്ട, നമുക്ക് ഈ കമ്പനിയുടെ ഓണറാണ് നമ്മൾ. പക്ഷേ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ നമ്മുടെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിന് പകരമായിട്ട് ഒരു നിശ്ചിത ഷെയർ അവർക്ക് കൊടുക്കാമെന്ന് അന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞ പോലെ ഒരു ഡീല് വെക്കണം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ നമ്മളൊരു ചെറിയ ഷെയർ വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷെയർ കൊടുക്കാം എന്നുള്ളൊരു വാക്കാലുള്ള ഉറപ്പെങ്കിലും കൊടുക്കേണ്ടി വരും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ആണ്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ കമ്പനി നെക്സ്റ്റ് ലെവലിലോട്ട് വളർന്ന ശേഷം കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നിട്ട് കമ്പനി പ്രോഫിറ്റബിൾ ആണെന്ന് യാതൊരു നിർബന്ധവും വേണ്ട, ബട്ട് പൊട്ടൻഷ്യൽ ആണെന്നുള്ള ആ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ അത് 3 സ്റ്റേജസ് ആണ്. സീരീസ് എ, സീരീസ് ബി, സീരീസ് സി എന്ന് പറയുന്ന രീതിയിൽ 3 ഫേസസ് ആയിട്ടായിരിക്കും നമ്മുടെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ടിങ്ങിന് വരുന്നത്. അപ്പോൾ ഓരോ ഫേസിലും കമ്പനി ഓരോ സ്റ്റേജും താണ്ടി നെക്സ്റ്റ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കമ്പനിക്ക് വളരെ വലിയൊരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഒരു ഹ്യൂജ് ഫണ്ടിങ് വേണം എന്നുള്ളൊരു സ്റ്റേജിലോട്ട് കമ്പനി എത്തും. ആ ഒരു സാഹചര്യത്തിൽ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അത്ര വലിയൊരു സ്റ്റേജിലോട്ട് നിൽക്കുന്ന ആ ഒരു കമ്പനി പബ്ലിക്കിന് ഷെയർ വിറ്റുകൊണ്ട് പബ്ലിക്കിന് ഷെയർ കൊടുത്തുകൊണ്ട് കമ്പനി പബ്ലിക്കിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് കമ്പനി ആദ്യമായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ 2 സ്റ്റേജസ് ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ്. അപ്പൊ പ്രൈമറി മാർക്കറ്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ IPO ആണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൈമറി മീൻസ് ആദ്യത്തെ മാർക്കറ്റ് സ്റ്റേജ് ആണ്. അതായത് ആദ്യമായിട്ട് ഒരു കമ്പനി പബ്ലിക്കിന് മുമ്പിൽ ഷെയർ വിൽക്കുന്ന ആ ഒരു ഇനിഷ്യൽ പ്രോസസ്സ് നടക്കുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മാർക്കറ്റ്. എന്നാൽ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കമ്പനിയിൽ നിന്നും ഷെയർ ഡയറക്റ്റ് വാങ്ങിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കമ്പനി സീൻ വിടുന്നു, കമ്പനിക്ക് ഫണ്ട് കിട്ടി. നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഷെയർ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഷെയർ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാൻ, ഭാവിയിൽ കമ്പനി ഡിവിഡൻസ് തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്വന്തമാക്കാം. അതല്ല ഹോൾഡ് ചെയ്യണ്ട, മറ്റൊരാളിലേക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ ഒരു ട്രേഡ് നമ്മൾ ഒരാളിലേക്ക് നമ്മൾ വാങ്ങിച്ച ഷെയർ വിൽക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ്. അതാണ് കമ്പനിയുടെ പെർസ്പെക്റ്റീവ്. ഇനി നമുക്ക് പബ്ലിക്കിന്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിനെ നോക്കി കാണാം. ആരാണ് പബ്ലിക്? ഐ മീൻ 2 ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ എക്സാമ്പിൾ കൺസിഡർ ചെയ്തത്. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹീറോ ആണ്, അത് കമ്പനിയാണ്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് ആണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലാണ് കമ്പനിയും പബ്ലിക്കും തമ്മിൽ കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നത്. എന്തായാലും പബ്ലിക് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന
പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത്തരത്തിൽ പല കാറ്റഗറി ഓഫ് ആൾക്കാരും നമ്മളെപ്പോലത്തെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ എന്തിനായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ്? കമ്പനിക്ക് ഫണ്ട് ചെയ്യാനായിട്ട്, കമ്പനിക്ക് ക്യാഷ് ഉണ്ടാക്കാനായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ. എന്നാൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ, പബ്ലിക്കിന്റെ പെർസ്പെക്റ്റീവിൽ, പബ്ലിക്കിനും ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ്, അതെങ്ങനെ മൂവ് ചെയ്യുന്നു, എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എന്തായാലും സ്റ്റോക്ക് പ്രൈസിന്റെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ആ മൂവ്മെന്റ്സിൽ നിന്നും ക്യാഷ് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം വെൽത്ത് അക്വയർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ സഹനടന്മാരെല്ലാവരും തന്നെ. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും ശക്തമായ സാന്നിധ്യം ഈ പറയുന്ന സഹനടന്മാരായിട്ടുള്ള നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മൊത്തം എന്തിനെ പറ്റിയിട്ടാണ്? ക്യാഷിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എവിടേക്ക് ക്യാഷ് ഉണ്ടോ അവിടെ എല്ലാം കള്ളന്മാരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ഒരുപാട് കള്ളത്തരത്തിനും സ്കാമിനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇവിടെ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്ന് ചുരുക്കപ്പേരിൽ പറയുന്ന ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരു അതോറിറ്റേറ്റീവ് ബോഡിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് ഇത്തരം സ്കാം ഒന്നും ഇല്ലാത്ത രീതിയിൽ, മാനിപ്പുലേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ സെബി ഒരു പോലീസിനെ പോലെ തന്നെയാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് അത് പ്രോപ്പറായിട്ട് ചെന്ന് പറയാനും ആ പ്രോബ്ലം സോൾവ് ചെയ്തു തരാനുമുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ഓതറൈസ്ഡ് ബോഡിയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയെയും അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും അത് ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു ചെറിയ കാര്യം കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ ബൈ.